നമസ്കാരം. ഒരു കാലത്ത് അയ്യപ്പ വിശ്വാസികളെ വേദനിപ്പിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ അപമാനിക്കുകയും ചെയ്തവരാണ് പിണറായി സർക്കാർ. അന്ന് എല്ലാ അർത്ഥത്തിലും പുച്ഛമായിരുന്നു CPM-ന് അയ്യപ്പ വിശ്വാസികളും ശബരിമലയും. എന്നാൽ അതേ സർക്കാരിന് തന്നെ ഇന്ന് ശബരിമല വിഷയമാകെ വെട്ടിലാക്കുകയാണ്. ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റി കടത്തിയ സംഭവത്തിൽ ജനത്തിന് മുന്നിൽ ഇപ്പോഴും കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയിലെ സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയ്യപ്പ വിശ്വാസികളെ നോവിച്ചവർക്ക് മുന്നിൽ അതേ സർക്കാർ തന്നെ മറുപടി പറയേണ്ടി വരുന്നു. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യേ പ്രവേശനം അനുവദിക്കണമെന്ന 2018 വിധിക്കെതിരായ പുനഃപരിശോധന ഹർജികൾ പുതിയ 9-അംഗ ബെഞ്ച് വാദം കേൾക്കും. നേരത്തെ രൂപീകരിച്ചിരുന്ന 9-അംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് സുപ്രീം കോടതിയിൽ അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കുന്നത്. വാദം കേൾക്കുന്നതടക്കമുള്ള തുടർ നടപടികളും ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് നിശ്ചയിച്ചു. പുനഃപരിശോധന ഹർജിക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്ന കക്ഷികളുടെയും വാദം ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 9 വരെ കേൾക്കും. എതിർക്കുന്നവരുടെ വാദങ്ങൾ ഏപ്രിൽ 14 മുതൽ 16 വരെയും കേൾക്കും. ഏപ്രിൽ 21 മറുപടി സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാം. ഏപ്രിൽ 22 വാദം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 9-അംഗ ബെഞ്ചിലെ അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് പ്രത്യേക ഉത്തരവിലൂടെ അറിയിക്കും. വിധി പുനഃപരിശോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്നുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ബെഞ്ചിനെ അറിയിച്ചത് ശ്രദ്ധേയമാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടായിരിക്കും ഇനി പ്രധാനം. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച പിണറായി സർക്കാർ സ്വീകരിച്ച നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2016 സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിയുണ്ടായത്. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം LDF-ന് വലിയ തിരിച്ചടിയുണ്ടാക്കി. അതിനുശേഷം വിഷയം ഒതുക്കിവെക്കാനാണ് സർക്കാരും LDF-ഉം ശ്രമിച്ചത്. യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ CPM-ന്റെ നിലപാട് മാറിയതായി എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ യുവതീ പ്രവേശനം വേണമെന്ന പരസ്യ നിലപാടും ഇപ്പോഴില്ല. നിലപാട് കോടതിയിൽ വ്യക്തമാക്കുമെന്ന് സർക്കാരും വ്യക്തമാക്കിയിരുന്നു. ആ ഘട്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ LDF സർക്കാരിന് ഇതിൽ ഉത്തരം പറയേണ്ടത് സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച ശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പ്രഹരം പിണറായി വിജയൻ സർക്കാരിന് കണക്കിലെടുക്കാതിരിക്കാൻ കഴിയില്ല. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനും പറ്റില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുപ്രീം കോടതിയിലെ സർക്കാർ നിലപാട് എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നിരിക്കെ തന്നെയാണ് ഇപ്പോൾ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ശബരിമല വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സർക്കാരിനും മുന്നണിക്കും രാഷ്ട്രീയമായി നിർണായകമാണ്. നേരത്തെ ഈ കേസ് പരിഗണിച്ചിരുന്ന 9-അംഗ ബെഞ്ചിലെ മിക്ക ജഡ്ജിമാരും വിരമിച്ച സാഹചര്യത്തിലാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കുന്നത്. നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് പഴയ ബെഞ്ചിൽ അവശേഷിക്കുന്നത്. പുതിയ ബെഞ്ചിലെ മറ്റ് 8 അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് പ്രത്യേക ഭരണപരമായ ഉത്തരവിലൂടെ ഉടൻ അറിയിക്കും. എഴുതി തയ്യാറാക്കിയ വാദങ്ങൾ മാർച്ച് 14 സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികളുടെ വികാരം സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടിലേക്ക് സർക്കാർ മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി പുനഃപരിശോധിക്കുന്നതിനെ അനുകൂലിക്കുന്നുവെന്ന് കേന്ദ്രം അറിയിക്കുകയും ചെയ്തു. ഹർജികളെ പിന്തുണയ്ക്കുന്നവർക്കായി കൃഷ്ണകുമാർ സിംഗിനെയും എതിർക്കുന്നവർക്കായി ശാശ്വതി പാരിയെയും നോഡൽ കൗൺസിലുകളായി നിയമിച്ചു. മുതിർന്ന അഭിഭാഷകൻ K. പരമേശ്വർ, ശിവം സിംഗ് എന്നിവരാണ് അമിക്കസ് ക്യൂറികൾ. അതേസമയം ശബരിമല കേസിനൊപ്പം മറ്റ് പ്രധാന വിഷയങ്ങളും ഇതേ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അത് ഇവയൊക്കെയാണ്: ഒന്ന്, മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിലും ദർഗകളിലും പ്രവേശനം നൽകുന്നത് സംബന്ധിച്ച്; ഇതര മതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകൾക്ക് അഗ്യാരകളിൽ പ്രവേശനം നൽകുന്നത് സംബന്ധിച്ച്; ദാവൂദി ബോറ സമൂഹത്തിലെ സ്ത്രീകളുടെ സുന്നത്ത് തുടങ്ങിയ ആചാരങ്ങളുടെ നിയമസാധുത എന്നിവയാണ് കോടതി പരിഗണിക്കുന്ന മറ്റു വിഷയങ്ങൾ.